എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ അപ്പനും മക്കളും കൂടെയുള്ള ബോംബെ യാത്രയിൽ നമ്മളിപ്പോൾ കാസർഗോഡിനടുത്താണ്. കാസർഗോഡിനടുത്തുള്ള ചർക്കള എന്നുള്ള സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരും രാവിലെ എണീറ്റ് യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി ഫ്രഷായി. അപ്പഴേ കിളി കല്ലൊക്കെ കുത്തിയോ? നോക്കിയോ? കല്ലുണ്ടോ നോക്കിയോ? ഇല്ലില്ല, കല്ലൊക്കെ ഞാൻ നോക്കി. അധികം കല്ലൊന്നും ഇല്ല, 1-2 ഒക്കെ ഉള്ളൂ. അതിന് കളഞ്ഞില്ല, ഇങ്ങനെ ഡയറക്റ്റ് നോക്കിയതേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ കല്ല് തന്നെ ഇറങ്ങിപ്പോയില്ല. അമ്മയടുത്ത് കുത്തിക്കളാ. കമ്പിയൊക്കെ എടുത്ത് ആയുധങ്ങൾ എവിടെ വെച്ചേക്കണെന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ, ആ ട്രാൻസിറ്റിന്റെ സൈഡിൽ ഇരിപ്പുണ്ട്. എല്ലാം അവിടെ ഉണ്ട്, ഇപ്പൊ എടുത്തുതരാം ഞാൻ. അപ്പഴേ ഞങ്ങൾ രണ്ടുപേരും മെയിൻ ഡ്രൈവർമാരാ. അപ്പം ഇതൊക്കെ ഡയറക്റ്റ് വണ്ടി നിർത്തുമ്പോ ഇറങ്ങി ഓരോ 50 കിലോമീറ്റർ അങ്ങനൊന്നുമില്ല, എപ്പം വണ്ടി നിർത്തിയാലും ഇറങ്ങി നോക്കണം ടയറൊക്കെ നല്ലപോലെ. അത് തന്നെയല്ല, മഴയത്ത് വഴിയൊക്കെ മോശമായിരുന്നു, വഴിപണി നടക്കുന്നുണ്ട്, മോശമായിരുന്നു. അങ്ങനെയുള്ള വഴിക്കൊക്കെ ഓടുമ്പം ഈ കല്ലൊക്കെ കയറും. ഇപ്പൊ കല്ലൊക്കെ ടയറിലുണ്ടോ, എല്ലാം ആണി കയറിയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കണം. ആണിയൊന്നും കയറില്ല, ഓടിച്ച് അങ്ങനെ ഒന്ന് എത്തി നോക്കിയൊന്നും കാണത്തില്ല. ഈ സൈഡിൽ കൂടെ കൈ ഇട്ട് നോക്കാം, അപ്പൊ അവിടെ ഉണ്ടാവും. അതാ നോക്കുന്നത്. മാറ്. കിട്ടിയോ? കിട്ടിയെന്ന് തോന്നുന്നു. അത് ചുമ്മാ കിളിയെ പോരാ, ആദ്യം ടയറിൽ തട്ടി നോക്കുക, ടയർ പ്രഷർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കിള്ളിക്കളഞ്ഞാൽ ഇതിലെ ഞാൻ ഓൾറെഡി വെറുതെ കിള്ളിക്കളഞ്ഞ. ആകെ 2 കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പുറകോട്ട് പോട്ടെ. നേരെ നിന്ന് ഐ ലെവലിലുള്ള മാത്രമല്ല, നമ്മൾ താഴോട്ടൊക്കെ നോക്കണം. താഴെയൊക്കെ കല്ലിരിപ്പുണ്ട്, അതുകൊണ്ട് ഇതിന്റെ ഇവിടെയൊക്കെ കല്ലിരിപ്പുണ്ട്. ഓക്കെ, ഞാൻ ആ ടയറാണ് നോക്കിയത്. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ കല്ലൊക്കെ കാണും. ഇങ്ങനെ നടന്നു പോകുമ്പോഴും നമ്മളിങ്ങനെ ടയറക്കൂടി ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകണം. എനർജി പോരാ കല്ലുകുത്താൻ രാവിലെ. അതൊക്കെ ആ ദാമയുടെ കല്ലുകുത്ത് കാണണം. എന്നെ എനർജി എന്നറിയോ? നമുക്ക് രാവിലെ വണ്ടി എടുത്തേക്കാം. സിക്സ് ലൈൻ ആയതുകൊണ്ട് ഒരിടത്തും വണ്ടി നിർത്താനും പറ്റിയാല, കടയില്ലായിരുന്നു. എത്ര ദൂരം നോക്കിയിട്ടാണ് പിന്നെ ഞാനിവിടെ ഈ ചെർക്കളയിലേക്ക് ഇറങ്ങി വന്നതെന്ന്, പഴയ വഴിക്ക് ഇറങ്ങി വന്നാ. അതുകൊണ്ടാണ് അവിടെ പമ്പിൻ്റെ അവിടെ നിർത്തി നമ്മൾ ഫ്രഷ് ആകാനൊക്കെ പറ്റിയേ. ഹൈവേ കൂടെ പോകാനാണെങ്കിൽ അങ്ങ് പോവുള്ളൂ, എവിടെ സ്റ്റോപ്പിംഗ് ഇല്ല. പുത്തേ ട്രാവൽ ലോഗിന്റെ അപ്പനും മക്കളോടുള്ള ബോംബെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നായന്മാർ മൂല, തലപ്പാടി, മുംബൈ 964 കിലോമീറ്റർ, തലപ്പാടിക്ക് 40 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ കണ്ടോ, സൈക്കിള്, ബൈക്ക്, ഓട്ടോറിക്ഷ, കാളവണ്ടി, ട്രാക്ടർ, കൈവണ്ടി, ഇതൊന്നും പറ്റിയല്ല. പക്ഷെ ഇന്നാൾ വന്നതിൽ ഒരുപാട് വഴിപണി പിന്നെയും തീർന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ കിളി ഫുൾ ടൈം ഉറക്കമായിരുന്നു. കിളി ഫുൾ ടൈം ഉറക്കമൊന്നല്ലായിരുന്നോ? ഞാൻ 1:30 വരെ ഇരുന്നു. 1:45 ആയപ്പോഴാണ് കിടന്നത്. അല്ല, 1:30 ഞാനും കിടന്നേ. 1:30 അച്ഛൻ കിടന്നു. ആര് പറഞ്ഞു 1:30 ഞാൻ എണീറ്റ് ഓടിക്കാൻ മതി? നമ്മൾ ഒന്നിച്ചല്ലേ കിടന്ന, അരമണിക്കൂർ വ്യത്യാസം. ശരിയാ 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 ശരിയാ. അത് കഴിഞ്ഞ് ഞാൻ 4:30 ഏറ്റു ഡീസൽ അടിക്കാൻ നേരം. അത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് എണീക്കുമ്പം അച്ഛൻ ഓടിക്കും, പിന്നെ ചേച്ച ഓടിക്കും. കണ്ണു നോക്കും വരെ രണ്ടുപേരും മാറി മാറി ഓടിക്കണേ. അയ്യോ, അത് അറിയാത്തോണ്ടാ ഞാൻ പറയാം. അച്ഛൻ 4:30 എണീറ്റിട്ട് അച്ഛൻ 4:30 തന്നെ കിടന്നു. പിന്നെ അത് കഴിഞ്ഞ 6:30 തോന്നുന്നു. 6:30 പിന്നെ ഞാൻ 6:30 അച്ഛൻ എണീറ്റു. 6:45 കണ്ടായി. അപ്പൊ ഉറക്കം വരുന്ന പോലെ പിന്നെ ഞാൻ ഓടിച്ചു ഇന്നലെ. അപ്പൊ നമ്മള് നൈറ്റ് ഫുള്ള് ഓടി. അപ്പൊ ഇനിയിപ്പം ഇന്നൊക്കെ നമ്മള് നൈറ്റ് കുറെ കിടന്ന് ഉറങ്ങിയേ പോകുന്നുള്ളത്. ഉറങ്ങിപ്പോയാൽ മതി. റൈറ്റ് സൈഡിലെ ഓവർടേക്കിംഗ് ലൈനാണ്. ഓവർടേക്ക് ചെയ്യാനേ റൈറ്റ് സൈഡിൽ കയറാവുള്ളൂ. സെൻട്രൽ ലൈൻ കാറിനുള്ള, ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ലൈന് ലോറിയും ബസ്സിനും വലിയ വണ്ടികൾക്കുള്ള. അപ്പം അവൾ പെട്ടെന്ന് ഓടിയെത്തും കേട്ടോ വണ്ടി. വഴിപണി ആയോണ്ടേ, തീർന്നോണ്ടേ വഴിപണി തീർന്നെടുത്ത് പെട്ടെന്ന് ഓടി വന്നു. പണി നടക്കുന്ന കുറച്ച് സ്ലോ ആയിരുന്നു. പിന്നെ വലിയ തിരക്കൊന്നും വണ്ടികൾ വളരെ കുറവായിരുന്നു. കാസർഗോഡ് ടൗൺ മൊത്തം ഫ്ലൈ ഓവറിനടിയിലായി. അല്ലേലും നമ്മള് ഇന്നലെ രാത്രി വരുമ്പോ ആണേലും എല്ലാം ഫ്ലൈ ഓവറാ. മരത്തിന്റെ മേൽവശം നമ്മള് കാണുന്ന മൊത്തം എലിവേറ്റഡ് ഹൈവേ. ഈ സർവീസ് റോഡ് ചിലയിടത്തൊക്കെ ഒട്ടും വീതിയില്ല, ഒരു വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ. സർവീസ് റോഡ് മിക്കയിടത്തും അങ്ങനെയാ. കയറ്റം ഭയങ്കര കയറ്റം ഇറക്കുവാ. കാസർഗോഡ് ടൗണിലേക്ക് 2 കിലോമീറ്റർ ഉള്ളൂ. വഴിപണി തീർന്നോണ്ട് നല്ല രസം ഓടിക്കാനും കാണാനും നല്ല രസമല്ലേ. അങ്ങനെ നേരെ നമ്മള് ബാക്കി സ്റ്റേറ്റിലൊക്കെ പോകുമ്പോ പണ്ട് പറയത്തില്ലായിരുന്നത്, നോക്കത്താ ദൂരത്ത് റോഡിങ്ങനെ നേരെ കിടക്കുന്നത്. അതുപോലെ ഇത് നേരെ അല്ലേലും കാണാൻ രസമുണ്ടോ? വരയൊക്കെ ഇട്ടേക്കുന്നുണ്ട് കണ്ടോ, വളഞ്ഞു വളഞ്ഞു റോഡ് കിടക്കുന്നതാണ് നല്ല ഭംഗി. അധികം താമസിക്കാതെ മൊത്തം എന്ന് പറഞ്ഞാൽ
നമ്മളെ ഇവിടെ മഞ്ചേശ്വരം മുതൽ കന്യാകുമാരി വരെ ഇങ്ങനെ ആവും 6 ലൈൻ. മൊത്തം പണി തീർന്ന സുഖമാണ്. നമ്മുടെ ചന്ദ്രഗിരി റോഡിലേക്ക് പോകുന്ന വഴിയാണ് അത്. ഇതുണ്ടോ എല്ലാം ഇവിടെ എല്ലാം ഇതെല്ലാം ഓപ്പണായി. ഇതിനടിയിലെ കാസർഗോഡ് ടൗണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിലും പിന്നെ അങ്ങോട്ടാണ് കേട്ടോ ടൗണ്. അങ്ങോട്ട് കുറേ ദൂരമുണ്ട്. ഓ ഇത്രയും ഈ ഫ്ലൈ ഓവർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ വന്നില്ലായിരുന്നു. അല്ല വന്നാണല്ലോ. അല്ല അന്ന് അല്ല ഇത് മൊത്തം ഓപ്പൺ ആയില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. പിന്നെ 800 ഡാൻസ് കളിക്കണോ? ഈ റോഡ് പണി തീർന്നോണ്ടേ പണ്ടത്തെ പോലെ കാഴ്ചകളൊന്നും ഇല്ല. അതങ്ങനെ 4 ലൈൻ എവിടെ ആയാലും 4 ലൈൻ 6 ലൈൻ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വഴിയും പിന്നെ സൈഡിൽ കുറച്ച് ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് വരുമ്പോ കുറച്ചുകൂടെ വീടുകൾ കൂടുതൽ കാണായിരുന്നു. പിന്നെ വഴിയും രസമുണ്ടായിരുന്നു. ചെറുതല്ലേ, നല്ല മരങ്ങളൊക്കെ നിന്ന്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. ആ വീട് കണ്ടോ? പഴയ ഒരു വീട്. ആ മതിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പടിപ്പുരയൊക്കെ നല്ല. അങ്ങനെ ഒരുപാട് ഈ മലബാർ സൈഡിൽ ഇഷ്ടം പോലെ വീടുകളുണ്ട്. അതുപോലെ നമ്മളീ പോകുന്ന ഹൈവേന്നേ ഒരു 30 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിപ്പോയാൽ കൊല്ലൂരാ മൂകാംബിക ക്ഷേത്രം. ഗോവ 390 കിലോമീറ്റർ. നമുക്ക് ഗോവയിൽ ഇറങ്ങിയാലോ പൊന്നു? ഞാൻ റെഡി. അപ്പൊ നിങ്ങൾക്ക് എവിടൊക്കെ ഇറങ്ങണം ഇപ്പം? ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ ഗോവ വിടുക, എന്നിട്ട് അച്ഛൻ കൊണ്ടുപോയി ലോഡ് ഇറക്കുക. അപ്പത്തേക്ക് ഞങ്ങള് ട്രെയിൻ പിടിച്ചു തരാം. ട്രെയിൻ പിടിച്ച് ബോംബെക്ക് വരാം. ബുദ്ധിമുട്ടാകുകയല്ലേ? ഒരു കുഴപ്പമില്ല. അതെ, ഞങ്ങളെ കൊങ്കൺ റെയിൽവേ ഒക്കെ ഒന്ന് ആസ്വദിച്ചു വരാം. അതല്ല, അപ്പം കിളിയെ പണി പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ എന്നെ ഇവിടെ കൊണ്ടുവെക്കും. ഞാൻ മാത്രം അത് പറ്റിയല്ലേ, തന്നെ നിർത്താൻ പറ്റിയല്ല. ഞാൻ ഗൈഡ് ചെയ്യാം. ഞങ്ങൾ എല്ലായിടത്തും പോകുമ്പോ അങ്ങനെയാണ്, ഞാനാ ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഗൈഡ് ചെയ്യാം. നമുക്ക് ഒന്നിച്ചു പോവാം. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു. മഴയുണ്ട്. നമ്മുടെ അങ്ങോട്ടൊന്നും മഴ കുറവായിരുന്നു. മൊഗ്രാൽ, കുന്താപുര, മുംബൈ. രാവിലെ സൂര്യോദയം ഒന്നും കണ്ടില്ല. മൂടലായിരുന്നു, മഴയല്ലായിരുന്നോ? ഇപ്പോഴാണ് ഒന്ന് തെളിഞ്ഞത്. ഇതാണ് കുമ്പള റൈറ്റ് സൈഡിലാണ്. പണ്ട് ഇവിടെയൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിക്കാരവിടെ നിർത്തുകയൊക്കെ ചെയ്യുന്നായിരുന്നു. പക്ഷെ ഒത്തിരി പേരുടെ കച്ചവടം നഷ്ടപ്പെട്ടു കേട്ടോ. കടകൾ ഒരുപാട് നിന്നുപോയി ഈ ഹൈവേ വന്നപ്പോ. കൊങ്കൺ റെയിൽവേ ഇനി ഇപ്പൊ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ഉണ്ട്. കടലും അതേ തൊട്ടടുത്ത്. കടലാ സ്ഥലം മനസ്സിലായി. NH66 കൊങ്കൺ റെയിൽവേ, തൊട്ടപ്പുറേ അറബിക്കടലും. ഇവിടെ എല്ലാവേ ഇഷ്ടം പോലെ വേൾഡ് കപ്പിന്റെ ഫ്ലെക്സ് അതേ ഉള്ളൂ. ഞാൻ അവിടെ തൊട്ടേ കാണുന്ന രാത്രി മൊത്തം ഇതുപോലെ ഫ്ലെക്സ് ആയിരുന്നു. ഒത്തിരി ഫ്ലെക്സ് കണ്ടു. വന്ന വഴിക്കൊക്കെ അറച്ചുണ്ടായിരുന്നു. ഉറക്കം അങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഞാൻ. അതെന്നറിയോ, നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ ആദ്യത്തെ ദിവസം ഉറക്കവും ചെറിയ ക്ഷീണവും ഒക്കെ കൂടുതലായിരിക്കും. ആ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ രാവിലെ പേടിച്ചു പോയേ, ഈ ചേച്ചാ കെട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു, അല്ലെങ്കിൽ കെട്ടി പിടിക്കണതായിരുന്നു. ഞാൻ ഇത്തിരി സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച. എന്തോ ഒരു സ്നേഹം. അതെ, സ്നേഹം തുളുമ്പുക. അപ്പൊ ഇനിയിപ്പം ഇന്ന് നമ്മള് കുക്കിംഗ് വേണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മളിപ്പോ കർണാടക. അതന്നെയല്ലേ, വർക്ക്ഷോപ്പിലൊന്ന് കയറണം. വർക്ക്ഷോപ്പില് കൂളന്റ് ലീക്ക് ഉണ്ട് ചെറുതായിട്ട്, അതൊന്ന് നോക്കണം. പിന്നെ ഈ ഗിയറിന്റെ പൊസിഷൻ, ഇത് ചെറിയൊരു ഇതിനകത്ത് എന്തോ സെറ്റിംഗ് യൂസ് ഉണ്ടെന്ന്, ചെറിയൊരു ഇതുണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യിക്കണം. AC-ക്ക് ഇച്ചിരി തണുപ്പ് കുറവുണ്ടോന്നൊരു സംശയം, അതൊന്ന് നോക്കാം. അപ്പൊ അത് നോക്കിയിട്ട് വേണം പോകാൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സമയം കളയാതെ അങ്ങോട്ട് ചെല്ലാം, വർക്ക്ഷോപ്പിൽ ചെല്ലാം. പിന്നുണ്ടല്ലോ, എപ്പോ ഈ മംഗലാപുരം വഴി വന്നാലും മംഗലാപുരത്ത് വർക്ക്ഷോപ്പിൽ കയറിയില്ലേ നമുക്കൊരു അതിലെ കേറാതെ പോകാൻ പറ്റിയല്ല. മെയിനായിട്ടും അങ്ങോട്ട് പോകുമ്പോ, ഇങ്ങോട്ട് വരുമ്പോ ചിലപ്പോ പിന്നെ ഈ പോരും കൈക്കമ്പ. ഈ സ്ഥലപ്പേരൊക്കെ ഇപ്പഴേ ഈ ഹൈവേ വന്നു കഴിഞ്ഞപ്പോഴാ കേൾക്കുന്നേ. അല്ലെങ്കിൽ നമ്മളിതിലെ പോകുമ്പോ ഇതൊന്നും കാണുമല്ലോ, ചെറിയ സ്ഥലപ്പേരൊന്നും പോയി. എല്ലാ സ്ഥലത്തിനും വലിയ ബോർഡ് വെച്ചല്ലോ സ്ഥലപ്പേരായിട്ട്. ചെറിയ സ്ഥലപ്പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ. പണ്ടൊക്കെ ഓരോ കിലോമീറ്ററിനും മയിൽക്കുറ്റി ഉണ്ടായിരുന്നു. ഇങ്ങനെ മയിൽക്കുറ്റി ഇങ്ങനെ വെച്ചിട്ട് കിലോമീറ്റർ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഓരോ കിലോമീറ്റർ, ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം കാസർഗോഡാണെങ്കിൽ അല്ലെങ്കിൽ മംഗലാപുരം ആണെങ്കിൽ മംഗലാപുരം ഇത്ര കിലോമീറ്റർ, 1 കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും അടുത്ത കിലോമീറ്റർ, ഇങ്ങനെ വരും. അപ്പം ഒരു ഗുണം ഉണ്ടായിരുന്നു, എന്നറിയോ, ഈ ഓരോ ടൗണുകൾ തമ്മിലുള്ള അകലം നമുക്ക് പെട്ടെന്ന് കാണാതെ പഠിക്കാം. ഒരുവിധം ഈ കിലോമീറ്റർ എല്ലാം എനിക്കറിയായിരുന്നു. അപ്പം ഇപ്പം അങ്ങനെയില്ല, കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ വലിയ ബോർഡുകളുള്ള. മറ്റേ ഇങ്ങനെ റോഡും ചെറുതാണല്ലോ. ഇപ്പം ഇങ്ങനെ മയിൽക്കുറ്റി ഉണ്ടായിരുന്നു എല്ലായിടത്തും. എത്ര ദൂരം ഉണ്ടോ അത്ര ഓരോ കിലോമീറ്ററിനും മയിൽക്കുറ്റിയായിരുന്നു. അതൊരു നല്ലതായിരുന്നു. സ്ഥലം തമ്മിലുള്ള ദൂരം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പഠിക്കാനും പറ്റും.
ഇന്നലെ രാത്രി വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അതാ ഒരു കാലത്തും കട്ടൻ കാപ്പി കുടിക്കാതെ ഞാനൊരു കട്ടൻ കാപ്പിയിലും കിട്ടിയെന്ന് വെച്ച് കട നോക്കിയത്. എവിടുന്ന് ഒന്നുമില്ലായിരുന്നു. വണ്ടി നിർത്താൻ എവിടെയെങ്കിലും സൗകര്യം ഉണ്ടോ? ഇല്ലല്ലോ. വണ്ടി നിർത്താനും ഇല്ലായിരുന്നു, കടയും കാണാനില്ലായിരുന്നു. അല്ലെ എലിവേറ്റഡ് ഹൈവേ അല്ലേ, അപ്പൊ എവിടെ കട ഒന്നും ഇല്ലായിരുന്നു. ഞാൻ രാവിലെ ഉണ്ടല്ലോ ആ പയ്യന്നൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നിടത്ത് ഒരു 2 ഏത്തക്ക പൊളി ഒരു ചായ കുടിച്ചു. എന്ത് സാധനമല്ല നമുക്ക് മേടിച്ചു വെച്ചോ. നിങ്ങൾക്ക് എന്തിനാ മേടിച്ചു നോക്കുന്നത്? നിങ്ങൾ നല്ല ഉറക്കം ഉറങ്ങുന്നത് രാവിലെ എണീക്കുമ്പോ കഴിക്കത്തില്ലേ? മേടിച്ചു വെച്ചാൽ തണുത്തു പോവല്ലേ? അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അച്ഛക്കില്ല ചൂടോടെ വേണ്ടത്. എന്തൊരു സാധനല്ലേ, വെറുതെ അല്ല പറഞ്ഞ 11 മണിക്ക് കഴിച്ചാലും കുഴപ്പമില്ലെന്ന്. ഇത്ര മിണ്ടിയില്ല. ഞാൻ അവിടെ തന്നെ കഴിക്കുന്നോന്ന് ചോദിച്ചാ നിങ്ങളോട്. ഇല്ല, നമുക്ക് മുന്നോട്ട് പോയിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വിശപ്പില്ലായിരുന്നു. അച്ഛൻ കഴിച്ചിട്ടിരിക്കും ഞങ്ങൾക്ക് അറിയായിരുന്നു അല്ലേ. അപ്പൊ അച്ഛൻ എന്നാ ആട്ടെ മുന്നോട്ട് പോവാന്നും പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ പറയല്ലേ വിശപ്പുണ്ടെങ്കിൽ അപ്പൊ തന്നെ കഴിക്കും. അതെ. അല്ല, നിങ്ങൾക്കും അത് മതിയെന്ന് പറഞ്ഞോണ്ടല്ലേ. പക്ഷെ ഞങ്ങള് രാവിലെ കഴിച്ചിട്ടില്ല അല്ലേ. മുന്നോട്ട് ട്രക്ക് ലേബർ ഉണ്ട് കേട്ടോ. ഉണ്ട്. ഒത്തിരി വലുതൊന്നും അല്ലെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ആള് നല്ല സൗകര്യമാണ്. പക്ഷെ വഴിക്ക് എങ്ങും ഇല്ലായിരുന്നു. അപ്പൊ ഇതാണ് ഇവിടുത്തെ ട്രക്ക് ലേബർ. ഇത് അത്യാവശ്യം സൗകര്യമുണ്ട്, നല്ല വാഷ്റൂം ഒക്കെ ഉണ്ട്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒരു 50 കിലോമീറ്ററിന് ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും ഇത്രയെങ്കിലും ഒരു സൗകര്യം വേണ്ട. ഈ വണ്ടിക്കാരില്ല റോഡിൽ നിർത്തിയിട്ട് രാത്രിയിലേക്ക് ഉറങ്ങും. ഉറക്കം വരുമ്പോ എന്നാ ചെയ്യാം അല്ലേ? നമ്മുടെ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു, 26. ഇവിടെ ഉണ്ട് കന്നഡ എഴുതി വെച്ചേക്കുന്ന അമ്പലത്തിന്റെ ഒക്കെ ബോർഡിലും. കർണാടക കേറിയോ? പിന്നെ ഇല്ല, കേറിയില്ല. ഇത് ബോർഡർ അല്ലേ, കർണാടക കേരള ബോർഡർ അല്ലേ. അപ്പൊ കുറെ കന്നഡയിൽ ബോർഡുകളുണ്ട്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പം കർണാടകയിലും ചേട്ടത്തൊക്കെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. കുറവാ, എന്നാലും കന്നഡ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. കാസർഗോഡിന്റെ പ്രത്യേകത എന്താ? ശരിയാ, 2-3 കന്നഡ 7 മലയാളം സപ്തസംഗമഭൂമി എന്നാ പറയുന്നേ. സപ്തഭാഷാ സംഗമഭൂമി. ഇവിടെയുള്ള മിക്കവർക്കും 6-7 ഭാഷ അറിയാം. കന്നഡ, മലയാളം, കൊങ്ങണി, തുളു, പിന്നെ ഉറുദു, അങ്ങനെ ഒത്തിരി ഭാഷ അറിയാം. അത് നല്ലൊരു കാര്യമല്ലേ? ശരിയാ. അപ്പൊ ഇത് നമ്മള് കേരളം തീരും കേട്ടോ. നന്ദി, വീണ്ടും വരിക. താങ്ക് യു, വിസിറ്റ് അഗൈൻ. തിരിച്ചു വരുമ്പോ ഉണ്ടല്ലോ അപ്പുറത്ത് വെൽക്കം ടു കേരള എന്നുള്ള ബോർഡ് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം. അത് ഞാൻ ശരിക്കും എപ്പോഴാണ് അറിയാം ചച്ചടം പോലത്തെ. ഞങ്ങളെ ലൈഫ് സെന്റർ പണി വരുമ്പോ കേറി സമാധാനം ഏതൊക്കെ ഇപ്പത്തും. അതെ, ചേച്ചിക്കനെ അങ്ങ് സന്തോഷം വന്നിട്ടുള്ളല്ലോ. ഇരിക്കപ്പുറത്തില്ല ബോർഡ് കണ്ടോ, മലയാളത്തിന്റെ അക്ഷരം കണ്ടാ മതി അപ്പൊ ഞാനിങ്ങനെ ഇപ്പത്ത് ഞാൻ മടുത്തുപോയി. ഒന്നും ഫുഡൊന്നും പിടിക്കുന്നില്ലാണ്ട് മടുത്തുപോയി. അതെ, എത്ര ദിവസം എടുത്തു? നിങ്ങൾ തന്നെ 28 ദിവസം, അല്ലാണ്ട് നിങ്ങളുടെ കൂടെ 10 ദിവസം, മൊത്തം 58 ദിവസം. 2 മാസം കൂടിയല്ലേ നാട്ടിലേക്ക് വരുന്നത്, അതും വെളിയിൽ നിന്നുള്ള ഫുഡ് തന്നെ കഴിച്ചു. അതാ ഏറ്റവും ബുദ്ധിമുട്ട്. തലപ്പാടി ടോൾ പ്ലാസയാ ഉടുപ്പി ടോൾവേസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ഇനി നമ്മൾ കർണാടകയിലൂടെ. ഇവിടെ എത്ര രൂപയായിരുന്നു എനിക്ക്? 270 രൂപ. അപ്പൊ 6 ലൈനൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് 4 ലൈനേ ഉള്ളൂ. തലപ്പാടി ബ്രിഡ്ജ് 1965 പാലാ ഇത്. ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ 1965. ആണോ ഈ പാലം? ആർടിഒ ചെക്ക് പോസ്റ്റ് 500 മീറ്റർ. അപ്പൊ ഇങ്ങോട്ട് ഒതുക്കിക്കോ, ഇതെല്ലാം കഴിച്ചിട്ട് പോവാം. ആ സൈഡൂടെ ലോക്ക് ചെയ്തോ? ആ സൈഡൂടെ ലോക്ക് ചെയ്തു. എനിക്ക് കർണാടകയിലെ ബ്രേക്ക്ഫാസ്റ്റിലെ ഏറ്റവും ഇഷ്ടം ഈ ബൺസാ. നല്ല ബൺസും അതിൻ്റെ സാമ്പാറും ഇച്ചിരി ചട്നി. രാവിലെ 2 ബൺസ് കഴിച്ചാൽ ഓക്കെ. അപ്പം ഉപ്മായും ഇതന്നെ പൊടി ഇഡ്ഡലി. ഈ പൊടി ഇഡ്ഡലി നെയ്യും ഇതായിട്ട്. ഇവിടുത്തെ ഇഡ്ഡലി റവ ഇഡ്ഡലിയാ, അരിയല്ല, റവ ഇഡ്ഡലിയാ. നോക്കി കഴിച്ചു നോക്കിയോ അല്ലേ? ടേസ്റ്റ് നോക്കിയോ? റവയാ അല്ലേ? അതെ, അരി ഇഡ്ഡലി അല്ല. ഉപ്മാ അടിപൊളിയായിരിക്കും. നല്ല ഉപ്മാ. ഇത് കുഴപ്പമില്ല. ഞങ്ങൾ ബോംബെക്ക്. വണ്ടിയാണോ നിങ്ങളുടെ? ഏതാ വണ്ടി? ശരി, ലോഡ് കയറ്റാൻ വേണ്ടി. എവിടെ വീട്? കൊണ്ടോട്ടി, മലപ്പുറം. എല്ലാവരും 3 പേരും. ശരി. അപ്പറേ ആർടിഒ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെ നിർത്തണം. തലപ്പാടി ചെക്ക് പോസ്റ്റ്. നമ്മൾ ഇന്നലെ നേരത്തെ പോകുന്നതുകൊണ്ടും എന്ന് പറഞ്ഞാൽ ഒത്തിരി രാത്രി ആകാതെ പോകുന്നില്ലേ, പിന്നെ റോഡ് പണിയെല്ലാം ഒരുവിധം ആയതുകൊണ്ടുമാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഈ മംഗലാപുരം എടുക്കാറായത്. അല്ലെങ്കിൽ സാധാരണ പണ്ടത്തെ വഴിപണി നടന്നുകൊണ്ടിരുന്ന സമയത്തോ അല്ലെ വഴിപണി തുടങ്ങുന്നതിന് മുമ്പ് ആണെങ്കിലും ഉണ്ടല്ലോ, ഇന്നൊരു രാത്രിയൊക്കെ കഴിഞ്ഞേ എത്തുള്ളൂ. അത്രയ്ക്ക് താമസിക്കുമായിരുന്നു. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. ഇവിടെ മംഗലാപുരം സൈഡിൽ ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. നേത്രാവതി ബ്രിഡ്ജ്. നേത്രാവതി നദി ഉണ്ടല്ലോ, അവിടെ ചെന്ന് കടലിൽ ചേരുക, അറബിക്കടലിൽ.
ആ പോകുന്ന കൊങ്കൺ റെയിൽവേ കേട്ടോ. ഇത് അങ്ങ് വരെ നമ്മുടെ കൂടെ ഉണ്ട്, ബോംബെ വരെ. സെയിം റൂട്ടാ നമ്മള്. ഗോവ വഴിയാ നമ്മള് പോകുന്നതെങ്കിൽ. പൂനെ വഴി വല്ലോ പോകുന്നെങ്കിൽ ഇടയ്ക്ക് നമ്മൾ മാറിപ്പോവും. നേത്രാവതിയിലും നല്ല വെള്ളം ഉണ്ടല്ലേ? ഇത് എപ്പോഴും ഇവിടെ വെള്ളമുണ്ട് ഇങ്ങനെ. ഡാം വല്ലതും ഉണ്ടാവുന്ന? ഓ, ഡാമൊന്നുമില്ല. ആ, നേത്രാവതിയിൽ എപ്പോഴും വെള്ളമുണ്ട്. ആ കടലിലേക്ക് ചേരുന്ന ഭാഗമല്ലേ. ഈ നദിയുടെ പേരിലേ ട്രെയിനൊക്കെ ഉണ്ട്, നേത്രാവതി എക്സ്പ്രസ്. കുറച്ച് അറിയാവുന്ന പേരുകളിലുള്ള ട്രെയിനാണ്. ആ, അപ്പൊ ഇത് മംഗലാപുരം ടൗണിലേക്കുള്ള വഴിയാ. അപ്പൊ നമ്മള് മംഗലാപുരം എത്തി, മംഗളൂർ. ഇപ്പോഴേ താഴെ നീങ്ങി കയറി വന്നിട്ട് 2-3 സിഗ്നൽ ഉണ്ട്, അവിടെ എല്ലാം ഭയങ്കര തിരക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലാണ് മംഗലാപുരം ടൗൺ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വണ്ടികളാണ് ഇതെല്ലാം. അതുകൊണ്ട് മിക്കവാറും പണ്ടൊന്നും ഇത്രയും തിരക്കില്ലായിരുന്നു കേട്ടോ. നല്ല തിരക്കായി. ഇപ്പൊ തന്നെ 3 തവണ ഓഫായി. നമ്മൾ ആ ചവിട്ടിയപ്പോ തൊട്ട് അത് കഴിഞ്ഞ് കുറച്ചനങ്ങി ഇവിടെ വരെ എത്തിയതേ ഉള്ളു. അമ്മയ്ക്കാണെ ഭയങ്കര ടെൻഷനാ. എന്തിന്? നമ്മള് മൂന്നോടെ പോന്നിട്ടേ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. രാവിലെ വിളിക്കും, രാത്രി 2 തവണ വിളിച്ചെന്നല്ലേ. ആണോ? അതിനാന്നറിയോ, അമ്മയ്ക്ക് വരാൻ പറ്റാഞ്ഞിട്ടാ, അല്ലാതെ വേറൊന്നും അല്ല. അമ്മയ്ക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. എല്ലാരോടും മത്തേരാനൊക്കെ പോവാണെങ്കിൽ അതാണ് സങ്കടം അമ്മയ്ക്ക്. അതൊക്കെ ചെന്നിട്ടല്ലേ തീരുമാനിക്കുന്നുള്ളൂ. അതെ. പിന്നെ അമ്മയ്ക്ക് അറിയണ്ട അമ്മയുടെ ബോയ് ഫ്രണ്ട് നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ടോന്ന്. ഓ, അതാണോ വിളിച്ച് അന്വേഷിക്കുന്നത്? അതെ. മരുന്ന് കൊടുത്തോ, ഫുഡ് കൊടുത്തോ, ഉറങ്ങുന്നുണ്ടോ? ഓ, സ്നേഹം. അപ്പൊ ഏകദേശം അമ്മയും മോളും കൂടെ കുറച്ച് ദിവസം ഇരിക്കട്ടെ. ശരിയാ. അവര് അമ്മയും മോളും കൂടെ ഇരിക്കുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. സമയം കിട്ടുന്നില്ല. ഇപ്പൊ 2 പേരോട് ഒന്നിച്ച എന്തോരം വെള്ളം സംസാരിച്ചിരുന്നോളെ. പുതിയ പാലം പണിയുന്നു. റെയിൽവേയുടെ ലൈൻ ഇരട്ടിപ്പിക്കാണോ? അല്ല, റെയിൽവേ അല്ല, അത് പുതിയ പാലാ വരുന്നത്. ഞാൻ പുതിയ പാലാ, 4 ലൈനിന്റെ. ഇതുണ്ടോ ചക്ക കൊണ്ട് ഇറക്കുന്നുണ്ടോ? എല്ലായിടത്തും ചക്ക ഉണ്ടല്ലേ തമിഴ്നാട്ടിലും. അല്ല, ഇത് ചിലപ്പം കേരളത്തിൽ നിന്ന് വല്ലതും കൊണ്ടുവന്നായിരിക്കും. അതോ ഇനി ഇവിടെ നിന്നാണോന്നും അറിയത്തില്ല. മംഗലാപുരം പോർട്ടായത്, ന്യൂ മംഗളൂർ പോർട്ട് അതോറിറ്റി. പനമ്പൂർ ഈ സ്ഥലപ്പേര്. പനമ്പൂർ, പനാജി, കാർവാർ, ഉടുപ്പി. ഇപ്പം എല്ലാം നമ്മൾ ഈ റൂട്ട് തന്നെ കേട്ടോ. എല്ലാം NH66 നേരെ പൻവേൽ വരെയുള്ള, ബോംബെ വരെയുള്ള ഹൈവേ ആണ്. ഇത് 1955 പാലാ, നന്ദിനി റിവർ. ഇവിടെ എല്ലാം ഇതുപോലെ ബാരിക്കേഡ് വെച്ചേക്കാം. ഇവിടെല്ലാം ക്രോസിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ എല്ലാം അങ്ങോട്ട് വഴി ക്രോസ് ചെയ്യുന്നുണ്ടോ. സാധാരണ നേരത്തെ ഇത് തമിഴ്നാട്ടിലായിരുന്നു കൂടുതലുള്ള അല്ലേ? ഇവിടെ തമിഴ്നാട്ടിൽ ഇത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു അധികം. പിന്നെ ഈ വഴിയിലെ തിരക്കൊണ്ടായിരിക്കും ഇപ്പൊ അതങ്ങനെ വെച്ചേക്കുന്നത്. വലിയ തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എങ്ങനെയാണെങ്കിലും ഒരു ചെറിയ കേസിന് വർക്ക്ഷോപ്പിൽ കയറിയാൽ 2 മണിക്കൂർ പോക്കാം. ക്യാബിനൊക്കെ പൊക്കണം. ഇനി ആ കയറ് അയച്ചു കൊടുക്കണം. ലോഡ് കയറ്റി കെട്ടേക്കുന്ന തുമ്പുണ്ടല്ലോ കയറിൻ്റെ, അത് അയച്ചു കൊടുക്കണം, നല്ല ക്യാബിൻ പൊക്കാൻ പറ്റുള്ളൂ. ആ വെയിറ്റ് ഉള്ള സാധനമൊക്കെ ബാഗൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കണം. ഇല്ലേ ക്യാബിൻ പൊക്കുമ്പം ഇങ്ങോട്ട് വന്ന് അല്ല തീർന്നില്ല. ഇവിടെയുള്ള സാധനം എല്ലാം ഇവിടെ വെച്ചിട്ട് നേരെ മേളിലോട്ട് കയറിയ കിളി പോയി കേട്ടോ. എനിക്ക് വലിയ പണിയാണ്, ഇരട്ടി പണിയാ. ഇരട്ടിപ്പണി ചുമ്മാ ഇരിക്കല്ലോ അല്ലേ? ബാഗൊക്കെ എടുത്ത് വെയിറ്റ് ഉള്ള സാധനം എടുത്ത് മാറ്റി വെക്കണം. ഇല്ല ക്യാബിൻ പൊക്കുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അതിങ്ങനെ മറിഞ്ഞു വീണ് ഗ്ലാസ്സിലേക്ക് വീണിട്ടുണ്ട്, ഗ്ലാസ് പൊട്ടും. അതെ, കല്ല് കുത്തി ഒട്ടും പോരാ, ടയർ നിറച്ച് കല്ല അതിലോട്ട്. അത് കഴിഞ്ഞ് കയറിയതാ. ഇത് മൊത്തം ഞാൻ എടുത്താ, ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ് കയറിയതാ. ഈ ടയർ നോക്കി, ഈ സൈഡ് അതെ, ഈ ടയറിന് അപ്പുറത്തെ സൈഡ്. പിന്നെ നമുക്ക് ചെയ്യാൻ നിർത്തുമ്പോൾ ചെയ്യുമല്ലോ. നോക്കിയാ എന്ത് കല്ലാന്ന് നോക്കിയേ. അതെ പറഞ്ഞേ, കല്ല് കയറാതെ വണ്ടി ഓടിക്കണം. കല്ല് കയറാൻ ഞാൻ അല്ലല്ല, ഇത് കല്ല് കയറ്റിയതാ, മനഃപൂർവ്വം കയറ്റിയതാ എനിക്ക് പണി തരാനായിട്ട്. അല്ലല്ല, മോള് കയറി കയറൊക്കെ അഴിക്കണമായിരുന്നു. ഞാൻ പിന്നെ കയറി അഴിച്ചു. ട്രെയിനിങ്, എനിക്ക് ട്രെയിനിങ്. അപ്പൊ ആദ്യം അച്ഛൻ അയക്കാം, പിന്നെ ഞാൻ അയക്കാം. അപ്പൊ ട്രെയിനിങ് ആയോണ്ട് ഞാൻ കയറി അയച്ചു കേട്ടോ. അല്ലാത്ത ഇനിയിപ്പം അഴിക്കണം, അവിടെ ചെല്ലുമ്പോൾ പടുത അഴിക്കണം, പണിയുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ. അപ്പോഴേ ഡ്രൈവറും കിളിയും കൂടെ പോയി വെയിറ്റിംഗ് റൂം ഉണ്ട്, അവിടെ പോയി വെയിറ്റ് ചെയ്യും. പിന്നെ അവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്, വേണേ കുളിക്കുവോ വാഷ്റൂമിൽ പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തായി? ഒന്നും ആയില്ല. ഒന്നും ആയില്ലേ? ഇവിടെ റേഡിയേറ്ററിന്റെ ടാങ്ക് പൊട്ടിയാ ടോപ്പില് മുകളിലത്തെ. അതുണ്ടാ ആ ഇരിക്കുന്ന സാധനം ഉണ്ടോ, ഫൈബറിന്റെ ടാങ്ക്, അതുണ്ട്. അത് ആ വെളുത്തെ അതില് ഒരു ചെറിയ ക്രാക്ക് ഇങ്ങനെ വേണ്ടിട്ടുണ്ട്. അതിലെയാണ് കൂളന്റ് ലീക്ക് ആയിക്കൊണ്ടിരുന്നത്. അത് ഇത് മനസ്സിലായോ? ഏറ്റവും ടോപ്പിൽ
പിന്നെ നമ്മൾ ഗിയറിന് ഒരു ചെറിയ പ്രശ്നം പറഞ്ഞല്ലേ, അത് ഇതാ ഗിയറിന്റെ ഇതന്നെ, അതിന്റെ അവിടെ ഒരു ബോൾട്ട് ലൂസായിരുന്നു, അതിനെ മുറിക്കാൻ മതി. പിന്നെ ടാങ്ക് മാറണം. പിന്നെ വേണമെങ്കിൽ അത് ഒട്ടിക്കാം, വെക്കാൻ മാറാൻ പറയും. ഒട്ടിക്കാൻ വരുമ്പോഴൊക്കെ താമസിക്കും. പിന്നെ മാറുന്നതല്ലേ നല്ലത്. പിന്നെ ഒട്ടിച്ച് വെച്ചാൽ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴേലും പിന്നെയും പോയാലും പണിയാണ്. അപ്പോൾ അത് പുതിയതാ മാറാൻ പറഞ്ഞു. ചിലപ്പോൾ വണ്ടിയെ വന്നായിരിക്കും, ഇത്രയും വർഷമായില്ല. അപ്പോഴേ അത് ഇതൊക്കെ അഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇല്ല കഴിഞ്ഞില്ല, അങ്ങോട്ട് നീക്കിയിട്ട് തുടങ്ങുന്നുള്ളൂ. അവർ ഉണ്ണാനൊക്കെ പോയായിരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പോയി കഴിച്ചിട്ട് വരാം, ചോറിട്ട് വരാം. ഞാൻ വിചാരിച്ച ക്യാബിനൊക്കെ താത്തിയപ്പോഴത്തേക്ക് പരിപാടി കഴിഞ്ഞു. ഇല്ല കഴിഞ്ഞില്ല. കഴിഞ്ഞോ? ഇല്ലല്ലോ, ഇല്ല മാറിയില്ല, കഴിഞ്ഞില്ല. അപ്പോഴേ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ പോയി ചോറുണ്ടാം. ചോറും മീനും ഒക്കെ കിട്ടും. ഇവിടെയൊക്കെ നല്ല ഫ്രഷ് മീൻ കിട്ടും. മൊത്തം ഇതുണ്ട്, ഈ വാഴയില ചോറുണ്ട്. വാഴയിലയിൽ ചോറായിരിക്കും, ബനാന ലീഫ് ഫിഷ് മീൽസ്. അതെ, വാഴയിലയിൽ ചോറായിരിക്കും. വാഴയില ചോറെന്ന് എഴുതിയേക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം എന്താന്ന്. അപ്പോഴേ ഞങ്ങളിത് ബോയിൽഡ് റൈസും പിന്നെ നെയ്മീൻ വറുത്തതും ഞാനൊരു ഇതാ പറഞ്ഞു, മറ്റേ ചെമ്പല്ലി ഡിസ്കോ ചെമ്പല്ലി. അപ്പോൾ ഞാൻ ബോയിൽഡ് റൈസാണ് പറഞ്ഞത്, കുത്തരി. പൊന്നൂന് പക്ഷേ വെള്ളയരി മതി, അപ്പം വൈറ്റ് റൈസാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് മല്ലിയില ഇട്ടേക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. മല്ലിയില ഒട്ടും ഇഷ്ടമില്ല, മല്ലിയില ഇരുന്ന് പെറുക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേ നമ്മൾ ചോറിനുകൊണ്ടിരുന്നപ്പം നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ചേട്ടനെ കണ്ടു. ചേട്ടനിങ്ങനെ ചോറിനുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. ചേട്ടാ പേരൊന്നും മറന്നുപോയി. സഞ്ജീവ്, കോഴിക്കോടുകാരനാണ്. അത് തന്നെയല്ല ഇവിടെ ഇലക്ട്രിക് ബസ് ഓടിക്കുന്ന ആളാണ്. അന്നേരം എന്നോട് പറഞ്ഞാൽ ഇലക്ട്രിക് വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ പറന്ന് പോകുന്ന കാണുമ്പോൾ ഓർക്കായിരുന്നു ഇതിനെക്കുറിച്ചൊന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. നമ്മൾ കണ്ടിട്ടില്ല, കയറിയിട്ടൊന്നും ഇല്ലല്ലോ. ഈ ഇലക്ട്രിക് വണ്ടി എങ്ങനെയുണ്ട് ചേട്ടാ? കുഴപ്പമില്ല. എത്രയാ ഇതിന്? എത്ര കിലോമീറ്റർ റേഞ്ച്? ഒരു ഫുൾ ചാർജ് 280 കിലോമീറ്റർ, 250. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരം ടു ബാംഗ്ലൂർ. എത്ര കിലോമീറ്റർ? ഒരു 420 കിലോമീറ്റർ. അപ്പോൾ ഇടയ്ക്ക് ചാർജ് ചെയ്യുമോ? ഒരു ആസൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാർജ് ചെയ്യും. അപ്പോൾ എത്ര സമയം വേണം ഫുൾ ചാർജ് ആവാൻ? ഫുൾ ചാർജ് ആവാൻ ഒരു 45 മിനിറ്റ്സ്. ആണോ? 3/4 മണിക്കൂർ കൊണ്ട് ഫുള്ളാവും. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒരു പ്രാവശ്യം ചാർജ് ചെയ്യണം. മിഡ് പോയിന്റ് എന്ന് പറയും, അവിടെ ചാർജ് ചെയ്യണം. 2 ഡ്രൈവറാണോ? 2 ഡ്രൈവർ. ശരി. നൈറ്റ് സർവീസ്. അപ്പോൾ ഇവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ? ഇത് പക്ഷേ ഈ കാറ് ചാർജ് ചെയ്യുന്നിടത്ത് ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ. ചാർജ് ചെയ്യാം, പക്ഷെ പവർ കുറവാണ്. 60 kW. നമ്മള് 240 വേണം. 240-ലാണ് കറക്റ്റ് ചാർജ് പെട്ടെന്ന് ആവത്തുള്ളൂ. ഇവിടെ ഇപ്പൊ രാവിലെ ചാർജ് ചെയ്താൽ 5 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ടേ ആവുള്ളൂ. പവർ ഉള്ളിടത്താണ് നമ്മൾ 3/4 മണിക്കൂർ ഉണ്ടാവും. അപ്പൊ കാറ് ചാർജ് ചെയ്യുന്നിടത്ത് ഇത് ചെയ്യാം, സമയം എടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ, അല്ല രാവിലെ ഇവിടെ ഒരു 6:30 7 o'clock ഇവിടെ ഉണ്ട്. എന്നിട്ട് 8:30 9 o'clock എടുക്കും. ഇവിടുന്ന് തിരിച്ച് ബാംഗ്ലൂർ. 6:30 ബാംഗ്ലൂർ. ശരി. എത്ര നാളായി ഇതല്ലേ? ഇപ്പൊ 2.5 കൊല്ലായി. ആണോ? ഞാനുണ്ട് ഓടിക്കാനൊക്കെ? കുഴപ്പമില്ല, കാറിനെക്കാട്ട് ബെസ്റ്റാ. സുഖം അല്ലേ? അതിൽ മെയിൻ്റെനൻസും കുറവല്ലേ? മെയിൻ്റെനൻസും കുറവാണ്. സിറ്റി ഡ്രൈവിൽ ബെസ്റ്റാ. അതെ അല്ലേ? ക്ലച്ച് ഇല്ല, ഓട്ടോമാറ്റിക് ആണല്ലോ. ചുമ്മാ എടുത്ത് അങ്ങ് പോയാൽ മതി. ആക്സിലേറ്ററും ബ്രേക്കും മാത്രം നോക്കിയാൽ സ്റ്റീറിംഗ്. പക്ഷെ എനിക്ക് ഗിയറിലെ വണ്ടി ഓടിക്കുന്നത് ഇഷ്ടം. ഞങ്ങൾക്കൊക്കെ ഓട്ടോമാറ്റിക് ഓടിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ഇഷ്ടം. എന്നാന്ന് വെച്ചാൽ ഞാൻ പണ്ട് മുതലേ ഗിയറിന്റെ വണ്ടി ഓടിച്ചു. അതെ അല്ലേ? ബാർബൻസിന്റെ എല്ലാ വണ്ടിയും ഓടിച്ചു. ഇതിലിപ്പോ കേറിയപ്പോ എന്താ ഇതിൽ സെറ്റായി. എന്നാലും ഇതാ എളുപ്പം, ഓട്ടോമാറ്റിക് എളുപ്പം. ഇപ്പൊ നമ്മുടെ കയ്യിൽ എൻഡവർ ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കാ. പിന്നെ ഒരു ഡസ്റ്റർ ഉണ്ട്, അതും ഓട്ടോമാറ്റിക്കാ. ഈ ഇന്നോവയൊക്കെ മാനുവലില്ല, അതൊന്നും ഓടിക്കാൻ മടിയാ. ഇത് രണ്ടുമാണെങ്കിൽ ചുമ്മാ കാര്യം കൊടുത്ത് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഗിയറിലെ. അപ്പൊ പക്ഷേ ഓട്ടോമാറ്റിക് എനിക്കിഷ്ടം കേട്ടോ. എന്ന് വെച്ചാൽ ഗിയർ ഓടിക്കുന്നത് വേറൊരു വൈബാണ്. പക്ഷെ എന്നാലും ഓട്ടോമാറ്റിക് ആക്ച്വലി ഡ്രൈവിംഗിൽ ബെസ്റ്റ് ഗിയറിലെ വണ്ടിയാ. കാരണം വെച്ചാൽ ഉറക്കം വരില്ല. അത് ശരിയാ. പണി കുറവാ. അത് നൈറ്റ് സർവീസിൽ ഓടിക്കുമ്പോൾ പണിയില്ല. അപ്പൊ നമ്മൾ ചുമ്മാ നോക്കുകയാണെങ്കിൽ ഗിയർലെസ് എളുപ്പമാണ്. ഓട്ടോമാറ്റിക് സുഖം. കാലിന് പ്രശ്നമില്ല. എന്റെ കൂടെയുള്ള ഡ്രൈവർ കാലിന് പ്രശ്നമുള്ള ആളാണ്. ഈ വണ്ടി ഓടിക്കാൻ ഇഷ്ടം. അത് ശരി. അപ്പം പിന്നെ ഈ മെയിൻ്റെനൻസ് ഇപ്പം കമ്പനി മെയിൻ്റെനൻസ് ആണ്. ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ ഇതിപ്പോ എന്താ പറയാ കാണിക്കാനൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ. അങ്ങനത്തെ 10 ബാറ്ററി ഉണ്ട് ഇതിനകത്ത്. ഒരു ബാറ്ററിന്റെ വെയിറ്റ് 300 kg. ഓ അത് ശരി. അപ്പൊ 3 ടൺ ഉണ്ടോ? 10 എണ്ണം ഉണ്ട്. 10 300 വെച്ചാണ് 3000 കിലോ. 3 ടൺ. 3 ടൺ വരുമല്ലോ. ഇത്രയും വെയിറ്റ് ഉണ്ടല്ലേ? അങ്ങ് വരെ ഇരിക്കുക. അപ്പുറ സൈഡ് കൂടെ ചേർത്താ? അപ്പുറത്തെ സൈഡ് ബാക്കിലെല്ലാം ഉണ്ട്. അപ്പൊ ഇതിനെന്നാ ഇത് നമ്മള് ബാറ്ററി ഇടയ്ക്ക് ചെക്ക് ചെയ്യണോ?
ആ ഇത് മെയിൻ്റെനൻസ് എപ്പോഴും ഇതിന്റെ ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട് അവിടെ ലാസ്റ്റ് ആ നമ്മളെ കമ്പനീന്റെ മെക്കാനിക്ക് വന്നിട്ട് അവർ എപ്പോഴും ചെക്ക് ചെയ്യും. അത് ശരി. ഇത് പിന്നെ ബാറ്ററി ഒക്കെ അന്നേരം എത്ര നാൾ നിൽക്കും? ബാറ്ററിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാക്സിമം 5 കൊല്ലം. 5 കൊല്ലം. അപ്പൊ ഇതിപ്പം വന്നിട്ട് അത്രയും പഴക്കമുള്ള വണ്ടി ആയിരിക്കുമല്ലോ ആണോ? ആ പഴക്കമുണ്ട്. ആ ഇതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുന്നത് രാജസ്ഥാനിൽ പോയിട്ട് ചേഞ്ച് ചെയ്യണം. രാജസ്ഥാനിൽ പോണോ? ഇവിടെ ഇല്ല രാജസ്ഥാനിലാണ് അതിന്റെ. ഓ അത് ശരി. അവിടെ പോയി ഇതിന്റെ ബാക്കില് മെയിൻ യൂണിറ്റ് ഇവിടെയാ. ഓ അത് ശരി. പുള്ളിയാണ് ഇവിടുന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടാണ്, ഇതാണ് ബാറ്ററിയാണ് ഇവനെ നയിച്ചോണ്ട് പോകുന്നത്, ബാറ്ററി പവറിൽ ഓടുന്നത്. അതെ, ഇതെല്ലാം വേണ്ട ഫയർ എക്സ്റ്റിംഗ്വിഷറാ. എന്തെങ്കിലും പ്രോബ്ലം വന്നാല് അകത്തൊരു സ്വിച്ച് ഉണ്ട്, അതൊന്ന് അമർത്തി ചെയ്താൽ ഇത് ബ്ലാസ്റ്റ് ആവും. ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ തീയൊന്നും വരികയില്ല. സേഫ്റ്റിയാ. ഇതെന്തിന്റെ ഇത്? ഇത് കൂളന്റ് ബാറ്ററി കൂളന്റ്, ബാറ്ററിക്ക് വേണ്ടിട്ട്. ഓക്കെ. അപ്പം ഇത് മെയിൻ്റെനൻസ് കുറവും പിന്നെ ഇന്ധനത്തിന്റെ പൈസ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ലാഭം അല്ലേ? ഭയങ്കര ലാഭം. പക്ഷെ ബാറ്ററി 5 വർഷം കഴിഞ്ഞ് മാറേണ്ടി വരുമ്പോൾ നല്ലൊരു പൈസ, നല്ല പൈസയല്ലേ? എത്ര അറിയില്ല, നല്ലൊരു പൈസ ആവും. അതെ, ബാറ്ററി മാറി കഴിഞ്ഞാൽ നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും. ഒരു സിംഗിൾ ചാർജില് 350-400 കിലോമീറ്റർ ഓടും. ഇപ്പൊ കുറഞ്ഞു. ബാറ്ററി പഴകുന്നതനുസരിച്ച് കുറഞ്ഞു ഇത് കുറയും, റേഞ്ച് കുറയും. പുതിയതാണെങ്കിൽ 350-400 ഒക്കെ ഓടും. നല്ല ഇത് ഈ കമ്പനി ഏതാ? കമ്പനിയുടെ പേര് ന്യൂയിഗോ. ന്യൂയിഗോ. ഇത് ഒത്തിരി ബസ്സുകൾ കാണാം വഴിയില്ല. ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. കോയമ്പത്തൂര് എല്ലാ, പോണ്ടിച്ചേരി, പിന്നെ ചെന്നൈ മൊത്തം, പിന്നെ ആന്ധ്രാപ്രദേശിൽ മൊത്തം, ബോംബെയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. പിന്നെ കിലോമീറ്റർ പറയുമ്പോ എ സിയിലും കൂടെ അല്ലേ, ഇത്രയും വലിയ വണ്ടിയല്ലേ, എ സിയും കൂടെ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഡീസലാണ് എന്ത് ചിലവ് വരും, എ സിയുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് അത്ര ലോഡല്ലേ എടുക്കുന്നേ. അപ്പം ഇത് എത്ര സീറ്റ് വണ്ടിയാ? 40 സീറ്റ്. 40 സീറ്റ്. ഭയങ്കര നമ്മളെ സ്പേസ് ഒക്കെ അടിപൊളിയാ, കാല് വെക്കാൻ അകത്തല്ലേ, അത് നമുക്ക് ഭയങ്കര സുഖം. ഇതാണ് നമ്മളെ പോയിന്റ്. തമിഴ്നാട് വണ്ടിയാ അല്ലേ? തമിഴ്നാട് രജിസ്ട്രേഷനാണ് മെയിൻ. ബാംഗ്ലൂർ കൂടുതൽ ഒരു 10 വണ്ടി ഉണ്ടാവും, ബാക്കിയെല്ലാം തമിഴ്നാട്. വലിയ കമ്പനിയാണോ? ഗ്രീൻ സെൽ മൊബിലിറ്റി. ഇവിടൊക്കെ ഇഷ്ടം പോലെ സ്ഥലമാ. എഞ്ചിൻ ഇല്ലാത്തോണ്ടേ. മോട്ടർ എവിടെ ഇരിക്കുന്നേ? മോട്ടർ ഇതിന്റെ അടിയില കാണത്തില്ല. ഇത് ക്യാമറ എവിടെ? വെളിയില് ക്യാമറ 1 2 3 മൊത്തം ക്യാമറ. പിന്നെ 4 5 5 അകത്തുണ്ട്. ശരി. ബാക്കിയെല്ലാം ബാക്കിലൊന്ന്. ഇത് സ്ലീപ്പർ അല്ലല്ലേ? സെമി സ്ലീപ്പർ. പക്ഷെ ഇരുന്നാൽ നിങ്ങൾ ഇരിക്കും, ജസ്റ്റ് കിടക്കുന്ന പോലെ, ജസ്റ്റ് നോക്കി കിടക്കുന്ന പോലെ തന്നെ നല്ല സുഖ. പിന്നെ കാല് പൊക്ക അത് കുറച്ച് പ്രശ്നമുണ്ട്. ഇവിടെ ഉണ്ട്. ഇത് കുറച്ച് ഓടിയ വണ്ടിയാന്ന് തോന്നുന്നല്ലോ. വണ്ടി സ്റ്റാർട്ടായി എല്ലാം കേട്ടോ, അത്രേ ഉള്ളൂ. മറ്റേ എഞ്ചിൻ സൗണ്ട് ഒന്നുമില്ല. ഈ ഇവിടുന്ന് ടിക്കറ്റ് ചാർജ് എത്ര ചേട്ടാ? ബാംഗ്ലൂര് മംഗലാപുരം മിനിമം ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ 400-ന്റെ ഉള്ളിലൊക്കെ വരും. പിന്നെ വീക്കപ്പിലൊക്കെ 800-1000 ഒക്കെ വരും. 800-1000 ഒക്കെ, അല്ലെങ്കിൽ 400 ഒക്കെ ഉള്ളോ? അത് റേറ്റ് ഭയങ്കര കുറവാണ്. 450 ഭയങ്കര എല്ലാരും ചീപ്പാ. ബാക്കിയുള്ള ബസ്സുകാർക്ക് വലിയ പ്രശ്നം ഇത് വരുന്നതാണ്. ഇവിടുത്തെ ഗവൺമെന്റ് ബസ് പോലും ഇല്ല ഈ റേറ്റില്. അത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. കംഫർട്ട്. എല്ലാവരും രാത്രി ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ആകെ സൗണ്ട് കേൾക്കുന്ന കൂർക്കം വലിക്കുന്ന സൗണ്ട്. ആൾക്കാർ ഉറങ്ങുന്നേ, വേറെ ഒന്നുമില്ല, ഒരു സൗണ്ടും ഇല്ല. നമ്മളെ ഡ്രൈവർ, കൂടെ ഉള്ള ഡ്രൈവറും ഇവിടെ ഇരിക്കും, പുള്ളി നല്ല പൊച്ചുകൂടി കിടന്നോളൂ, ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ഡ്രൈവ് ചെയ്യും. മാക്സിമം ഡ്രൈവ് ചെയ്യും ഞാൻ. ഗാർഡ് സെക്ഷനിലൊക്കെ മാക്സിമം ഞാനാ നോക്കുക. സക്ലേശ്പുര ഒന്നും പറയണ്ട. ഡ്രൈവിങ്ങിന് ക്രേസിന്റെ എന്താ പറയാ, അതൊരു പ്രത്യേക ഇതാ. ഉറക്കമല്ല രാത്രി ഇല്ല. ഇതിന്റെ ബുക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ലേഡീസ് ഒക്കെ കൂടുതലും ബാക്ക് സൈഡാ ബുക്ക് ചെയ്ത്. ലേഡീസ് ആക്ഷൻ കൂടുതൽ ബാക്കില്. ഇവന്റെ താരാട്ട് പാടുന്ന അതെന്ന് വെച്ചാൽ വെയിറ്റ് ബാറ്ററി ബാക്കിൽ കൂടുതലുണ്ട്. എയർ ബോൾ, മറ്റേ ബോൾ സിസ്റ്റം, എയർ സസ്പെൻഷൻ അല്ല, ബോൾ ഇതല്ലേ മറ്റേ ബലൂൺ. അതാണ് സിസ്റ്റം. അതുകൊണ്ട് കുലുക്കം ഇല്ല. അതുകൊണ്ട്
അതെ അത് നമ്മൾ ഫ്രണ്ടും അതെല്ലോ 4 സൈഡും അതെ കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ സിസ്റ്റം യാത്രാസുഖം ബാക്കിലാണ്. ബാക്കിലാണ്. പിന്നെ ഞാൻ എന്റെ ഡ്രൈവ് കഴിഞ്ഞാല് ഞാൻ പറയും, ഞാൻ ബാക്ക് സീറ്റ് 2 സീറ്റ് ആയപ്പോഴും കാര്യം ഉണ്ടാവും, അവിടെ പോയി ഞാൻ കിടന്നുറങ്ങും. അത് ശരി. നമ്മൾ ഉറക്കം വരുമ്പോ വാണിംഗ് ചെയ്യും. ഓ ശരി, നമ്മുടെ ശ്രദ്ധ മാറും. റെസ്റ്റ് എടുക്കാൻ പറയും. പിന്നെ ഓവർ സ്പീഡ് വരുമ്പോ പറയും. പിന്നെ ഫ്രണ്ടില് വണ്ടി കാണുമ്പോ ആക്കാൻ പറയും. അങ്ങനെ പിന്നെ റൂട്ട് പിന്നെ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോ അതും പറയും. അത് ശരി. അതല്ല അതിനല്ലേ വോൾവോയുടെ അവിടെ പോലെ തന്നെ അല്ലേ ഏകദേശം? ഇതന്നെ ഇവിടെ തുറന്നു വെച്ചേ. അത് ഒന്നുമില്ല, നമ്മുടെ ടയർ മറ്റേ ഇതിന്റെ എന്താ പറയാ, ടയർ എക്സ്ട്രാ മറ്റേ ഇതില്ലേ ഹൈറ്റ് വീൽ എന്താ പറയാ, സ്പെയർ വീൽ. സ്റ്റെപ്പിന് അടിക്കാനുള്ള. പക്ഷെ ഇതിന് അടപ്പില്ലായിരുന്നു. അത് അടപ്പുണ്ട്. പോയി. ഓ ഇപ്പൊ ഫ്രണ്ടിലാ വെച്ചേക്കുന്നത് അല്ലേ? ഫ്രണ്ട് ഇതിങ്ങനെ കറക്കി അടിയിൽ വരും. ഫ്രണ്ട് അടിയിൽ നോക്കിയാ കാണാം. ഓ അത് ശരി. അപ്പൊ അതെല്ലാം ഇങ്ങനെ കറക്കി വരണം. അപ്പൊ മാസം എത്ര ദിവസം ഡ്യൂട്ടി? എനിക്ക് 11 ഡ്യൂട്ടീസ്, 22 ഡേയ്സ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോ 22 ദിവസം, 11 ട്രിപ്പ്. അപ്പൊ അത് കഴിയുമ്പോൾ വീട്ടിൽ പോവാ? വീട്ടിൽ പോയാൽ മീൻസ് വീക്ക്ലി ഓഫ് ഉണ്ട്. ഒരു ദിവസം എടുക്കാം. 4 വീക്ക്ലി ഓഫ് എടുക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പം കണ്ടതിൽ സന്തോഷം. എനിക്ക് അല്ല കൂടുതൽ സന്തോഷം എനിക്ക്. അല്ല ഞാൻ ഈ വണ്ടി കാണുമ്പോ അല്ല ഇതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പം അവിചാരിതമായിട്ടാണ് ഇപ്പൊ അവിടെ വെച്ച് കാണുന്നത്. അപ്പൊ ഈ വണ്ടി കാണുമ്പോഴൊക്കെ ഇത് എത്ര കിലോമീറ്റർ ഓടും, ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു. അതൊക്കെ ഏതെങ്കിലും അറിയാൻ പറ്റി. ഇതിലൊന്നും മറ്റേ നമ്മളെ ഇതില്ലേ ന്യൂഗോട്ടിന് അടിച്ച് കിട്ടും ഡീറ്റെയിൽ ഒക്കെ. ഇനി വില തന്നെ വരും അറിയത്തില്ല. 2 കോടി അപ്പൊ നമ്മളത് ആലോചിക്കണ്ട അതിനെ കുറിച്ച്. വണ്ടി കുഴപ്പമില്ല, നല്ല അല്ല ഒത്തിരി വണ്ടി കാണുന്നുണ്ട്, സേഫ്റ്റിയാ. അപ്പം നമ്മളിത് ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി പണി തുടങ്ങി. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ടാങ്കൊക്കെ ചേഞ്ച് ആക്കി. പിന്നെ പവർ സ്റ്റിയറിംഗ് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു വാഷ് മാറി ബാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഇതാണ് നമ്മുടെ മാറിയ റേഡിയേറ്റർ. ഇതുണ്ടോ, ഇതിൻ്റെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ ടോപ്പ്. ആ വിൻഡ് കീറിയയിലാണ് കൂളൻ്റ് ലീക്ക് ആയിക്കൊണ്ടിരുന്നത്. ഇത് ഇപ്പോഴല്ല, ഇത് കുറച്ച് ഇന്നാളൊരു പ്രാവശ്യം ലീക്ക് കണ്ടില്ലേ, അതും ഇത് തന്നെയായിരുന്നു. അന്ന് ചെറുതായിട്ട് തുടങ്ങിയാന്ന് തോന്നുന്നു. അന്ന് ഇത് കണ്ടുപിടിച്ചില്ല എന്നായിരുന്നു. നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് നേപ്പാളിന് പോയപ്പോഴും ലീക്ക് ആയിട്ട് ഉണ്ടായിരുന്നു. അന്നേരം ഇത് ചെറുതായിട്ടെങ്കിലും പൊട്ടിയുണ്ടായിരുന്നു. അത് കണ്ട് കറക്റ്റായിട്ട് മേടിച്ചില്ല അന്ന്. എനിക്കൊന്നും ഇപ്പൊ പൊട്ടിയല്ല ഇത്. പിന്നെ ഉണ്ടല്ലോ, ഇത് ഇന്റർകൂളറിലേക്ക് പോകുന്ന ഒരു പൈപ്പായിരുന്നു, അതിന് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു, അത് മാറി. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, റേഡിയേറ്റർ അല്ലേ പൊട്ടി? അതിന് കുഴപ്പമില്ല. ഈ ടാങ്കിലാണ് നമ്മൾ കൂളന്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ക്യാബിൻ നോർക്കുക. നമ്മുടെ ഈ ഡോറിൻ്റെ സൈഡിലെ ബേഡിങ് ഇത് ഫുള്ള് മാറി. എന്നാണെന്നറിയോ, ഈ സൈഡിൽ നിന്ന് വീഡിയോയ്ക്ക് അത് ചിലപ്പോൾ കേൾക്കാം, ഒരു വിസിലടിക്കുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുന്നില്ലായിരുന്നോ? അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ സൈഡിൽ ആ റബ്ബർ ഇപ്പം ഇത്ര നാളായില്ലേ, റബ്ബർ പഴകിയിട്ട് അതിനിടെ കൂടെ എയർ അകത്തേക്ക് അടിച്ച് കയറുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മാറി. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു, ടെസ്റ്റ് ഡ്രൈവിന് പോവാം. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് കൂളൻ്റൊക്കെ വല്ല ലീക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതോടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയേക്കാം. അപ്പം ഇന്നത്തെ ദിവസം മൊത്തം വർക്ക്ഷോപ്പിൽ പോയി. സമയം ഇപ്പം 6:30. എത്ര രൂപയായി? എത്ര രൂപ? 29,391 രൂപ. നമ്മള് ചെറിയ കൂളൻ ലീക്കുമായിട്ടാണ് വന്നത്. റേഡിയേറ്ററിന് 17,000 സംതിങ്. പിന്നെ നമ്മൾ ഈ ഇതിലത്തെ ബീഡിങ് റബ്ബർ മാറിയില്ല രണ്ടും, അതിനൊരു 3,600 രൂപ. പിന്നെ ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു ലേബർ ചാർജ് ഉണ്ട് 3,000-4,000 വേണ്ട. ബില്ലുണ്ട് 25 രൂപ പാർട്സ്. പിന്നെ കൂളൻ്റ് ഒഴിച്ചില്ലേ, കൂളൻ്റെല്ലാം പോയില്ലായിരുന്നോ, കൂളൻ്റ് ഒഴിച്ചു. അങ്ങനെല്ലാം കൂടെ പിന്നെ വേണമെങ്കിൽ ആ റേഡിയേറ്റർ വേണമെങ്കിൽ നമുക്ക് പൊട്ടിച്ചിടായിരുന്നു. പക്ഷെ അന്നേരം ഉടനെ കിട്ടുകയില്ല, സമയമെടുക്കും. ഇന്ന് അടയ്ക്കാല്ല, നാളെ അടക്കുള്ളൂ. പിന്നെ അത് അങ്ങ് മാറി. ഇതല്ലേ മുൾക്കി? ഇതാണ് മുൾക്കി. ഞാൻ ഇങ്ങോട്ട് വരാനൊന്നും പ്ലാൻ ഇട്ടായിരുന്നു. എന്തിന്? ഇവിടെ സർഫിംഗ് ഒക്കെ ഉണ്ട്, ചുമ്മാ ഈ 8 ദിവസത്തെ പരിപാടിയൊക്കെ ആയിട്ട് 3 ദിവസമോ 4 ദിവസമോ കൊണ്ട് പഠിക്കാം. അപ്പൊ അങ്ങനെ വെറുതെ ഇനി വേണേലും വരാമല്ലോ. ഇനി വരാം.
ശ്രീ ദുർഗാ പരമേശ്വരി ടെമ്പിൾ ബപ്പനാടു. ഇതാണ് മുൾക്കി ബ്രിഡ്ജ്, പഴയ ബ്രിഡ്ജ് ആ സൈഡിലത്തെ. ഇത് പുതിയ പാലമാണ്. ഈ നമ്മളീ പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡ് അറബിക്കടല കേട്ടോ, അങ്ങ് വരെ. വലിയായോ? ഇപ്പം വലിയായി. അതിനെന്നറിയോ, ചെറിയ വലിമടുപ്പ് ഉണ്ടായിരുന്നു. അതാ ഒരു ചെറിയൊരു ഇത്രയുള്ള കാണിച്ചില്ല ഞാൻ, അതിന് ചെറിയ പൊട്ടലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് മാറിക്കഴിഞ്ഞപ്പോ ഓക്കെ ആയി. ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് അന്നേരം നോക്കി ഇപ്പൊ എത്ര കംപ്ലൈന്റ് ഉണ്ടായിരുന്നറിയോ. ഇത് ഡോറിന്റെ റബ്ബർ, ഗിയറിന്റെ ഇത് അവിടെ ഒരു ബോൾട്ട് ലൂസായിരുന്നു, അത് സെറ്റ് ചെയ്തു. പവർ സ്റ്റിയറിംഗ് ഓയിലിന്റെ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു, അത് അവിടെ ഒരു വാഷർ പോയതായിരുന്നു, അത് മാറി. പിന്നെ നമ്മുടെ റേഡിയേറ്റർ മാറി. പിന്നെ ഈ പിക്കപ്പിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, വലിയ കുറവ്. അപ്പൊ അത് സെറ്റായി, എല്ലാം സെറ്റായി. ഹെജമാടി ടോൾ പ്ലാസ, ഉടുപ്പി ടോൾ. ഇതെല്ലാം ഉടുപ്പി ടോൾ അല്ലേ? രാവിലെ ഉടുപ്പിയാണ്. അതെ രാവിലെ എന്ന് പറഞ്ഞാൽ അത് അധികം ഓടിയില്ല. ഇവിടെ എത്രയാ? 285 രൂപ. ഇവിടെ പിന്നെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. എന്ത് വണ്ടികൾ ഇറക്കുന്നത് ഇങ്ങനെ വേണം ടോൾ. ആ ക്ഷേത്രം കണ്ടോ, നല്ല രസമല്ലേ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ. ശ്രീ ഹോസ മാരിഗുഡി ടെമ്പിൾ. ഇപ്പൊ നമ്മളിത് ഉടുപ്പി എത്തി. ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മളത് വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ചേച്ചാനെ കിടന്നുറങ്ങുകയും ചെയ്തു. കർണാടകയിലൂടെയുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.